Welcome back to Plural Education. Today we are going to wonderful session. Okay, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പ്ലൂമിനൽ എഡ്യൂക്കേഷനിലോട്ട് വളരെ അടിപൊളിയായിട്ടുള്ള സ്വാഗതം. ഇറ്റ്സ് മീ ഹാദിഷ് ടി കെ. സോ ഇന്ന് നമ്മൾ 6ാം ക്ലാസ് 6th ക്ലാസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. 6th ക്ലാസ്സിലെ ബേസിക് സയൻസിലെ അടിപൊളിയായിട്ടുള്ള ചാപ്റ്റർ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് പഠിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നിങ്ങൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ എന്തെങ്കിലും ഫീഡ്ബാക്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇത് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഉപകാരപ്പെട്ടാൽ നിങ്ങൾ എന്ത് ചെയ്യണം, അവിടെ നിങ്ങൾ ഷെയർ ചെയ്യണം. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പുതിയതായിട്ടുള്ള നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ക്ലാസ് കാണാൻ കഴിയുന്നതാണ്. സോ നമുക്ക് വൈകിപ്പിക്കേണ്ട ക്ലാസ്സിലോട്ട് പോകാം. വളരെ അടിപൊളിയായിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. ചാപ്റ്ററിന്റെ പേര് ജീവന്റെ കുഞ്ഞറകൾ. 6th ചാപ്റ്ററാണ് ജീവന്റെ കുഞ്ഞറകൾ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ 2ാം ഭാഗത്തിലാണ് കുഞ്ഞറകൾ ഉള്ളത്. ജീവന്റെ കുഞ്ഞറകൾ ഇംഗ്ലീഷിൽ നമ്മൾ എന്താണ്, ദ സ്മാൾ സാക്സ് ഓഫ് ദ ലൈഫ്. ഓക്കെ, നല്ല അടിപൊളിയായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ്. നമുക്ക് 8th 9th 10th ഉള്ള അടിപൊളിയായിട്ട് നമുക്ക് പഠിക്കേണ്ട വലിയൊരു ഭാഗം തന്നെയാണ്. സോ ഞാൻ ആദ്യം തന്നെ നമുക്ക് ഇവിടെ ബോർഡിൽ കാണാം, കുറച്ച് പിക്ചേഴ്സ് നിങ്ങൾക്ക് ഈ ബോർഡിൽ കാണാം. എന്തൊക്കെയാണെന്ന് ശ്രദ്ധിച്ചു നോക്കി. ഓക്കെ, യെസ്, നമുക്ക് അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, എന്ത് കാണാം, ഒരു ഇഷ്ടിക കാണാം. അതുപോലെ തന്നെ ആ ഇഷ്ടിക കൊണ്ട് ഒരു ബിൽഡിംഗ് നിർമ്മാണിക്കുന്നത് നമുക്ക് കാണാം. അതുപോലെ തന്നെ ഒരു കുട്ടി എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ കട്ടകൾ കൊണ്ട് ഒരു വീട് ഉണ്ടാക്കുന്നുണ്ട്. അല്ലേ, ഇതല്ലേ നമ്മൾ അവിടെ കണ്ടത്? അല്ലേ, ഇതാണ് നമ്മൾ അവിടെ കണ്ടത്. അല്ലേ, എന്താണ് ഇത് എനിക്ക് മനസ്സിലായിട്ടുള്ളത്? ഞാൻ വലിയ ഒരു വീടുണ്ടാക്കണം. ഓക്കെ, ഇതുപോലത്തെ ബോർഡിൽ കാണുന്ന പോലെ വലിയൊരു വീട് എനിക്ക് ഉണ്ടാക്കണം. അങ്ങനെയെങ്കിൽ ആ വീടിൽ ഉണ്ടാക്കുന്ന ഇഷ്ടികയുടെ വലിപ്പം കൂടും. ചെറിയ വീടിനും വലിയ വീടിനും ഉണ്ടാക്കുന്ന ഇഷ്ടികയുടെ ഒരേ വലുപ്പത്തിലുള്ള ഇഷ്ടിക അല്ലേ നമ്മൾ ഉപയോഗിക്കുക, അല്ലേ? അതുപോലെ കുട്ടി ആ കട്ടയൊക്കെ ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കുന്നത് നോക്കിയാലും നമുക്ക് മനസ്സിലാക്കാം. എല്ലാത്തിനും ഒരുപോലെ വലിപ്പമുള്ള ഒരുപോലത്തെ സൈസുള്ള കുറെ അധികം കട്ടകളാണ്. എന്നാൽ ഇവിടെയുള്ള മാറ്റം എന്താ വെച്ചാൽ, വലിയ വീടാവുമ്പോൾ നമ്മുടെ കട്ടയുടെ എണ്ണം കൂടും. അല്ലേ, ആ എണ്ണമാണ് കൂടുക, അല്ല വലിപ്പം കൂടുക ഇല്ല. അതുപോലെ തന്നെ ഇവിടെ കുട്ടി ഉണ്ടാക്കുന്നതിലും വലിയ വീട് ഉണ്ടാക്കുന്നതിലും കുറെ കട്ടകൾ നമുക്ക് ആവശ്യമുണ്ട്. അല്ലേ, ഇതുപോലെ തന്നെയാണ് നമ്മുടെ മനുഷ്യന്റെ അവസ്ഥ. മനുഷ്യൻ മാത്രമല്ല, ഏത് മൃഗം എടുത്തു നോക്കിയാലും നമ്മുടെ ശരീരം എന്ന് പറയുന്നത് ഒരു ചെറിയ പാർട്ടിക്കിൾ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. എന്താ പാർട്ടിക്കിൾ? ദാറ്റ് ഈസ് നോൺ ആസ് സെൽസ്, കോശങ്ങൾ എന്ന് നമുക്ക് പറയാം. അതാണ് നമ്മൾ ഈ പാഠത്തിൽ പഠിക്കാൻ പോകുന്നത് കേട്ടോ. എന്താണ് കോശങ്ങൾ എന്ന് പറഞ്ഞാൽ, നമ്മുടെ ശരീരം നിർമ്മിച്ചിരിക്കുന്ന അടിസ്ഥാന ഘടകങ്ങളാണ് കോശങ്ങൾ. നമ്മുടെ ശരീരം നിർമ്മിച്ചിരിക്കുന്ന അടിസ്ഥാന ഘടകങ്ങളാണ് കോശങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ കോശങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളെ ശരീരം ഉണ്ടാക്കിയിട്ടുള്ള അടിസ്ഥാന ഘടകങ്ങളാണ്. ഓക്കെ, ഇത് എന്താണ്, നമ്മളെ ഉറുമ്പിനും പോലും മില്യൺസിലധികം കോശങ്ങൾ ഉണ്ടാവും എന്ന് പറയാണ്. ഓക്കെ, നമ്മളെ ഉറുമ്പിന് പോലും എന്താണ്, കോടിക്കണക്കിന് കോശങ്ങൾ ഉണ്ടാവും. അങ്ങനെ ആനന്റെ ആലോചിച്ച് നോക്കി എത്രയോ ഉണ്ടാവും, അല്ലേ? അതുപോലെ ഓരോ ഈ ആനിമൽസിനും വ്യത്യസ്തമായിരിക്കും. നമ്മുടെ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നമുക്കും ധാരാളം കോശങ്ങളുണ്ട്. ഏകദേശം മനുഷ്യ ശരീരം നിർമ്മിച്ചിരിക്കുന്നത് കോടാനിക്കണക്കിന് കോശങ്ങൾ കൊണ്ട്, സെൽസ് കൊണ്ടാണ് പറയുന്നത്. ഓക്കെ, അവർ ബോഡി ഈസ് മെയ്ഡ് അപ്പ് ഓഫ് എ ബേസിക് യൂണിറ്റ് കാൾഡ് സെൽസ്. അതാണ് സെൽസ് എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ ചിലപ്പം ചോദിക്കും, നമ്മുടെ ശരീരം നിർമ്മിച്ചിരിക്കുന്ന അടിസ്ഥാന ഘടകങ്ങളാണ് ഡേഷ് എന്ന് പറഞ്ഞിട്ട്. അപ്പം നിങ്ങൾ എന്ത് എഴുതണം? കോശങ്ങളെന്ന് നിങ്ങൾ എഴുതണം. ഇനി നമുക്ക് ഈ കോശങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഞാൻ ഇതുവരെയായിട്ടും കോശങ്ങൾ കണ്ടിട്ടില്ല. ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? അപ്പൊ ചുരുക്കി പറഞ്ഞ കോശങ്ങൾ നമുക്ക് കാണാൻ കഴിയില്ല. എങ്ങനെയാ ഉദ്ദേശിച്ചത്? നേരിട്ട് ഞാൻ ഇതുവരെയായിട്ടും കണ്ടിട്ടില്ല എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. നിങ്ങൾ നേരിട്ട് കണ്ടിട്ടുണ്ടോ? ഇല്ല. അതിനു വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മെഷീൻ എന്നൊക്കെ പറയാം, ഒരു സാധനമാണ് മൈക്രോസ്കോപ്പ് എന്ന് പറയുന്നത്. എന്താണ് മൈക്രോസ്കോപ്പ്? ഈ മൈക്രോസ്കോപ്പിൽ നമ്മൾ ഒക്കെ റെഡിയാക്കി നമ്മൾ നോക്കിയാൽ നമുക്ക് എന്തെല്ലാത്തിന് സെൽസ് കാണാം. അങ്ങനെ നമ്മൾ സെൽസ് കണ്ടിട്ടുണ്ടാവും, അല്ലെ? അങ്ങനെ ഞാനും സെൽസ് കണ്ടിട്ടുണ്ട്. ഈ മൈക്രോസ്കോപ്പിൽ എന്തൊക്കെയാണുള്ളത്? മെയിനായിട്ട് നമുക്ക് അവിടെ ഒരു മൈക്രോസ്കോപ്പിന്റെ പിക്ചർ നമുക്ക് ബോർഡിൽ കാണാം, അല്ലെ? ഇതിൽ എന്തൊക്കെയാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്? ഒരു ഐ പീസ് കാണാം, അതുപോലെ തന്നെ നോബുകൾ ഉണ്ട്,
യെസ്, ഐ പീസ്, നോബ്, ഒബ്ജക്റ്റീവ് ലെൻസ് ഉണ്ട്. അതുപോലെ തന്നെ ക്ലിപ്പുകൾ, സ്റ്റേജ് അത് വെക്കാനുള്ള ക്ലിപ്പ്, സ്റ്റേജ് കാര്യങ്ങളും, അതുപോലെ തന്നെ മിറർ ഉണ്ട്, കണ്ടൻസറൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ഇതാണ് ഒരു മൈക്രോസ്കോപ്പിന്റെ സാധനം. ഇത് നമുക്ക് എക്സാമിന് എങ്ങനെ ചോദിക്കുന്നത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. നമുക്ക് ഇനി 8-9 ക്ലാസ്സുകളിലൊക്കെ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നമുക്ക് കോശങ്ങൾ നിരീക്ഷിക്കുന്ന ഒരു എക്സ്പെരിമെന്റിന്റെ വീഡിയോ നമുക്ക് കണ്ടു നോക്കാം. ഓക്കെ, എങ്ങനെയാണ് കോശങ്ങളുടെ ചിത്രം നമുക്ക് ബോർഡിൽ കാണാം. എല്ലാവരും നോക്കൂ കോശങ്ങളുടെ ചിത്രം. യെസ്, എല്ലാവരും കണ്ടില്ലേ? എന്താണ് ഇതിൽ വന്നിട്ടുള്ളത്? യെസ്, ഇതാ നമുക്ക് ശ്രദ്ധിച്ച് കാണാം. അവിടെ ഒരു കോശത്തിന്റെ നടുവിൽ എന്തുണ്ട്? ചെറിയൊരു വട്ടം ഉണ്ടല്ലേ, ചെറിയൊരു വട്ടം. ഈ വട്ടത്തിന് ചുറ്റും എന്തുണ്ട്? ഒരു ആവരണം ഉണ്ട് അല്ലേ? യെസ്, നമുക്ക് ഒരു എക്സ്പെരിമെന്റ് നമ്മുടെ ചീക്കിലുള്ള നമ്മുടെ സെല്ല് തന്നെ നമുക്ക് കാണണമെങ്കിൽ, കോശം കാണണമെങ്കിൽ നമ്മൾ ചീക്ക് കവിളിലുള്ള കുറച്ച് എക്സ്പെരിമെന്റ് നമുക്ക് എന്ത് ചെയ്യാം, തുടർന്ന് പഠിക്കാതെ നമുക്ക് നിങ്ങൾ വായിച്ച് മനസ്സിലാക്കേണ്ടതാണ്. അതവിടെ നമുക്ക് തന്നിട്ടുണ്ട്. ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളിലോട്ടൊക്കെ പോവാണ്. സോ ഇനി നമുക്ക് നെക്സ്റ്റ് ടോപ്പിലോട്ട് പോവാം. ഒരു തുള്ളി ജലത്തിലെ അത്ഭുത ലോകം. നമുക്ക് അറിയാം, ഇന്ന് ജലം കൊണ്ട് ധാരാളം രോഗങ്ങളുണ്ട് അല്ലേ? ഈ രോഗങ്ങളൊക്കെ എങ്ങനെയുണ്ടാകുന്നത്? ധാരാളം ബാക്ടീരിയകളും അതുപോലെ തന്നെ ധാരാളം ഫംഗസുകളും പരത്തുന്നതാണ് ഈ ജലത്തിന്റെ രോഗങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, സത്യല്ലേ? ഈ രോഗങ്ങൾ ഉണ്ടാകുന്നത് ഇത് മൂലമാണ് നമുക്ക് മനസ്സിലാക്കാം. സോ ലിസൺ, ഇവിടെ നമുക്ക് 3 സാധനങ്ങളാണ് പറഞ്ഞത്. പാരമീസിയം, യുഗ്ലീന, അമീബ എന്ന് പറയുന്ന 3 സാധനങ്ങൾ. ഓക്കെ, ഈ പാരമീസിയം, യുഗ്ലീന, അമീബ ഇതൊക്കെ നമുക്ക് രോഗം പരത്തുന്നതാണ്. അമീബിക് മസ്തിഷ്ക നമ്മൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? ഈ അമീബിക് എന്താണ് ഇത് സംഭവം? ഇത് വെള്ളത്തിലൂടെ ഉണ്ടാവുന്നതാണ്. ഓക്കെ, പെട്ടെന്ന് സ്പോട്ട് ഡെഡ് ആവാൻ ചാൻസ് ഉള്ള ഒരു രോഗമാണ്. അത് നമുക്ക് സെല്ലിന്റെ അടിസ്ഥാനത്തിൽ നമ്മളെ കോശങ്ങളുടെ എണ്ണത്തിൽ നമുക്ക് എന്ത് ചെയ്യാം? 2 തരമായിട്ട് നമ്മുടെ ജീവികൾ എന്ത് ചെയ്യാം തരംതിരിക്കാം. ഒന്ന് എന്ന് പറയുന്നത് ഏകകോശ ജീവികൾ, 2 ബഹുകോശ ജീവികൾ. ഒന്ന് ഏകകോശ ജീവികൾ, ഓക്കെ. ഈ ഏകകോശ ജീവികളുടെ പ്രത്യേകത എന്താണ്? യെസ്, യൂണിസെല്ലുലാർ ഓർഗാനിസംസ്. ഇംഗ്ലീഷിൽ പറയും യൂണിസെല്ലുലാർ ഓർഗാനിസംസ്. ഓക്കെ, ഒരു കോശം മാത്രമുള്ള ജീവികൾ അല്ലേ? നമുക്കറിയാം, നമുക്കൊക്കെ ഏകദേശം കോടിക്കണക്കിന് കോശങ്ങളുണ്ട് അല്ലേ? എന്നാൽ ചില ജീവികൾക്ക് ഒരു കോശം ഉള്ളതുകൊണ്ട്. ഇങ്ങനെ ഒരു കോശം മാത്രമുള്ള കേട്ടോ. ഓക്കെ, ഇങ്ങനെ ഒരു കോശമുള്ള ജീവികളും നമുക്ക് ചുറ്റിലുണ്ട്. അതായത് 3 എണ്ണമാണ് നമുക്ക് മെയിനായിട്ട് എക്സാമ്പിൾ പഠിക്കാനുള്ളത്. യുഗ്ലീന, പാരമീസിയം, അതുപോലെ തന്നെ അമീബ എന്ന് പറയുന്നത്. യുഗ്ലീന, പാരമീസിയം, അമീബ എന്ന് പറയുന്നതാണ്. ഓക്കെ, ഇവയുടെ ചിത്രം നമുക്ക് ഒന്ന് ബോർഡിൽ ഇപ്പം കാണാൻ കഴിയും. ഇവയൊക്കെ പ്രത്യേകത എന്താ വെച്ചാൽ ഒരൊറ്റ കോശങ്ങൾ, ആ കോശം കൊണ്ടാണ് അല്ലേ? ആ ഒറ്റ കോശം കൊണ്ടാണ് ഇവരെന്ത് ചെയ്യുക, ഈ ഒരു ഇവരുടെ ജോലിയും ഒക്കെ ശരീരത്തിലൊക്കെ കൊണ്ടെടുക്കുന്നത്. ഇനി ബഹുകോശ ജീവികൾ ധാരാളം ഉണ്ട്. നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ കഴിയുന്നതൊക്കെ എന്താണ്? ബഹുകോശ ജീവികളായിട്ട് നമുക്ക് തോന്നും. പക്ഷെ ഏകോശ ജീവികൾ നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ കഴിയില്ല. ഓക്കെ, അതാണ് പോയിന്റ്. ഓക്കെ, ഇനി ബഹുകോശ ജീവികൾ എന്താ? ഒന്നിലധികം കോശങ്ങളുണ്ട്. ഓക്കെ, മോർ ദാൻ 1 സെൽ, ഒന്നിലധികം കോശങ്ങൾ ഉണ്ടാവും. ഓക്കെ, നമുക്ക് എക്സാമ്പിൾ ആയിട്ട് തന്ന അടവിര, കുളയട്ട, ഇത് പാറ്റ തുടങ്ങിയ മനുഷ്യന്മാരൊക്കെ എക്സാമ്പിളാണ്. പരുന്ത്, ഓന്ത്, ആന തുടങ്ങി ധാരാളം തവളയൊക്കെ എന്താണ് ഇതിന് എക്സാമ്പിൾ ആണ്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് പറയാനുള്ളത് ഏകകോശ ജീവികളും ബഹുകോശ ജീവികൾക്കും എന്തൊക്കെ മാറ്റങ്ങളാണ് സംഭവിക്കുന്നത്. ഒന്നായിട്ട് മെയിനായിട്ട് നമുക്ക് പറയാനുള്ളത് ചലനമുണ്ട്, പോഷണമുണ്ട്, ശ്വസനമുണ്ട്, വിസർജനമുണ്ട്. ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? ഇവരിൽ കാണാൻ കഴിയും അല്ലേ? ഏകകോശ ജീവികളിൽ എന്തൊക്കെ നടക്കുന്നത് അത് ബഹുകോശ ജീവികൾ നടക്കുന്നുണ്ട്. പക്ഷേ അവരുടെ എണ്ണം എന്താണ്? കുറവാണെന്നുള്ളൂ. ഓക്കെ, ഇനി നമ്മൾ എന്താണ് ഒരു കോശം ഏറെ വിശേഷം നോക്കൂ. ഏകകോശികൾക്ക് എത്ര കോശമുള്ളത്? How many cells are for unicellular organisms? Yes, there is only one cell. ഒറ്റ സെല്ലുള്ളൂ. ഇനി നമുക്ക് നോക്കുന്നത്
ബഹുകോശജീവികൾ അവരാകുമ്പോൾ ഒന്നിലേറെ, രണ്ട് എന്നല്ല ഒന്നിലേറെ ഉണ്ടാവും. ഇനി നമുക്ക് കോശത്തിനുള്ളിലോട്ടൊന്ന് പോയി നോക്കാം അല്ലേ. ഓക്കെ, നമുക്ക് കോശത്തിനുള്ളിലോട്ട് ഒന്ന് പോയി നോക്കാം. നമുക്ക് ടെക്സ്റ്റ് ബുക്ക് ഇവിടെ ഒരു ഫിഗർ കാണാം. ഇതാണ് നമ്മുടെ ഒരു കോശം. ഒരു കോശത്തിനുള്ളിൽ ഇത്രയും സാധനങ്ങൾ ഉണ്ടാവും. ഒരു കോശത്തിനുള്ളിൽ തന്നെ എന്ത് ചെയ്യും, ഇത്രയും സാധനങ്ങൾ ഉണ്ടാവും. ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് എന്ത് ചെയ്യാം, നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അപ്പം എന്ത് ചെയ്യുക, നിങ്ങൾ എന്ത് ചെയ്യുക, സെറ്റായിട്ട് വരണം. ഈ ഒരു കോശങ്ങളുടെ അവയവം, അതിൻ്റെ ഫങ്ഷൻസ്, ഉപയോഗങ്ങളൊക്കെ എന്തൊക്കെയാണെന്നുള്ളതാണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. നമ്മൾ അടുത്ത ക്ലാസ്സിൽ സെറ്റാക്കും. അപ്പം എന്ത് ചെയ്യുക, നിങ്ങൾ ഇത് നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒരിക്കലും മറക്കരുത്. കഷ്ടപ്പെട്ട് നമ്മൾ നിങ്ങൾക്ക് വേണ്ടി എടുത്തിരുന്നതാണ്. സോ നമ്മളെ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ എന്ത് ചെയ്യാം, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ഫീഡ്ബാക്ക് അറിയിക്കുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നമ്മളെ ക്ലാസ് മനസ്സിലാകുന്നതായിരുന്നു. നെക്സ്റ്റ് പാർട്ടിൽ കാണാം. താങ്ക് യു. ഇറ്റ്സ് മീ ഹാദിഷ്.